കൊല്ലത്ത് നടത്തിയ പരിശോധനയിൽ 23 കിലോ കഞ്ചാവുമായി 3 യുവതികൾ പിടിയിലായി. ജാർഖണ്ഡ് സ്വദേശികളായ ശോഭാകുമാരി, സവിതാകുമാരി, മിനുകുമാരി എന്നിവരാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. ജാർഖണ്ഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ പല ട്രെയിനുകൾ മാറിക്കയറിയാണ് ഇവർ കൊല്ലത്തെത്തിയത്. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനിരിക്കെയാണ് ഇവർ പിടിയിലാവുന്നത്. 23 കിലോ കഞ്ചാവ് കണ്ടെത്തിയത് 2 പെട്ടികളിലായി ചെറു പാക്കറ്റുകളിലായാക്കിയാണ്. പിടിയിലായ ശോഭാകുമാരി തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 4 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തൃശൂർ സ്വദേശി കസ്റ്റംസിന്റെ പിടിയിലായി. ഇയാൾ ബാങ്കോങ്ങിൽ നിന്ന് മലേഷ്യ വഴിയാണ് കൊച്ചിയിലെത്തിയത്. കൊച്ചി കോതമംഗലത്ത് 3.632 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. ഭീമോ ബിറോ എന്നയാളിൽ നിന്ന് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 4 കിലോ കഞ്ചാവുമായും 3 കിലോ കഞ്ചാവുമായും 2 ഒഡീഷ സ്വദേശികൾ പിടിയിലായി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവുമായാണ് ഒഡീഷ സ്വദേശി അമിത് കുമാർ അഗർവാൾ പിടിയിലായത്. ഇയാൾ കർണാടക, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും മൊത്തമായി കഞ്ചാവ് എത്തിച്ച് ചെറുകിട ഇടപാടുകാർക്ക് ഉൾപ്പെടെ നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. KSRTC ബസ്സിൽ നിന്നുമാണ് 3 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി ധർമ്മ മാലിക്കിനെ പോലീസ് പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 55 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായി. ജില്ലയിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് വ്യാപാരി താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി അൽഷാജ്, സുഹൃത്ത് താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ബാസിത്ത് എന്നിവരാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള പരിശോധന സംസ്ഥാനത്തൊട്ടാകെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.